എല്ലാവർക്കും നമസ്കാരം. ശ്രീലളിതാ സഹസ്രനാമാവലി പഠനം 84-ാം ദിവസം. ഇന്ന് 831 മുതൽ 840 വരെയുള്ള നാമങ്ങളാണ് പറയുന്നത്. നമുക്ക് തുടങ്ങാം. ഓം ശ്രീ മഹാദേവിയേ നമ. ഓം പ്രാണേശ്വരിയേ നമ. ഓം പ്രാണദാത്രിയേ നമ. ഓം പഞ്ചാശൽ പീഠരൂപിണ്യേ നമ. ഓം വിശൃംഖലായേ നമ. ഓം വിവക്തസ്ഥായേ നമ. ഓം വീരമാത്രേ നമ. ഓം വിയൽപ്രസുവേ നമ. ഓം മുകുന്ദായ നമ. ഓം മുക്തിനിലയായേ നമ. ഓം മൂലവിഗ്രഹരൂപിണ്യേ നമ. ഒന്നുകൂടെ പറയാം. ഓം പ്രാണേശ്വരിയേ നമ. ഓം പ്രാണദാത്രിയേ നമ. ഓം പഞ്ചാശൽ പീഠരൂപിണ്യേ നമ. ഓം വിശൃംഖലായേ നമ. ഓം വിവിക്തസ്ഥായേ നമ. ഓം വീരമാത്രേ നമ. ഓം വിയൽപ്രസുവേ നമ. ഓം മുകുന്ദായേ നമ. ഓം മുക്തിനിലയായേ നമ. ഓം മൂലവിഗ്രഹരൂപിണ്യേ നമ. ഇതിൻ്റെ സാമാന്യ അർത്ഥം കൂടെ നോക്കാം. ഓം പ്രാണേശ്വരിയേ നമ. പ്രാണേശ്വരി, പഞ്ചപ്രാണങ്ങൾക്കും ഈശ്വരിയായിട്ടുള്ളവൾ. ഒരേ പ്രാണൻ തന്നെയാണ്, പക്ഷേ അത് അഞ്ചായി മാറുകയാണ്. ഓരോ പ്രവൃത്തിക്കനുസരിച്ച് ആ പ്രാണങ്ങൾ അഞ്ചായിട്ട് മാറുന്നു. അങ്ങനെ എല്ലാ പഞ്ചപ്രാണങ്ങൾക്കും ഈശ്വരിയായിട്ടുള്ളവൾ. അടുത്തത് പ്രാണദാത്രി, എല്ലാ ജീവജാലങ്ങൾക്കും പ്രാണനെ കൊടുക്കുന്നവൾ ദേവി പ്രാണദാത്രി. ഓം പഞ്ചാശൽ പീഠരൂപിണ്യേ നമ. പഞ്ചാശൽ പീഠരൂപിണി എന്ന് പറഞ്ഞാൽ 51 ശക്തിപീഠങ്ങളുടെയും ദേവിയായിരിക്കുന്നവൾ. 51 ശക്തിപീഠങ്ങളുടെയും ദേവിയായിട്ടിരിക്കുന്ന ശക്തിപീഠങ്ങളും ആയിരിക്കുന്നവൾ ദേവി എന്ന് പറഞ്ഞാൽ 51 ശക്തിപീഠങ്ങളും ദേവി തന്നെയാണ്. 51 സ്ഥലത്ത് 51 രൂപത്തിലാണ് ദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ഓം വിശൃംഖലായേ നമ. വിശൃംഖല എന്ന് വെച്ചാൽ ചങ്ങലക്കണ്ണിയെ ഭേദിച്ചവൾ. അപ്പോൾ ദേവിക്ക് യാതൊരു ബന്ധനവുമില്ല. അങ്ങനെ ആ ചങ്ങലക്കണ്ണിയെ ഭേദിച്ചവളാണ് ദേവി. ഓം വിവിക്തസ്ഥായേ നമ. ഏകാന്തതയിൽ ഇരിക്കുന്നവൾ ദേവി, എല്ലാറ്റിൽ നിന്നും വേറെയായി നിൽക്കുന്നു. ദേവി എല്ലായിടത്തും ഉണ്ട്, ഈ പ്രപഞ്ചം മുഴുവൻ ദേവിയുണ്ട്. പക്ഷേ ദേവി എല്ലാറ്റിൽ നിന്നും വേറെയായി നിൽക്കുന്നു. അങ്ങനെ വിവിക്തസ്ഥ. ഓം വീരമാത്രേ നമ. വീരപുരുഷന്മാരുടെ അമ്മയായിട്ടിരിക്കുന്നവളുടെ, വീരപുരുഷന്മാരെന്ന് പറഞ്ഞാൽ ഭക്തശിരോമണികൾ, യഥാർത്ഥ ഭക്തശിരോമണികളാണ് വീരപുരുഷന്മാർ. അവരുടെ അമ്മയായിട്ടിരിക്കുന്നവളാണ് ദേവി. ജഗദംബയെ തിരിച്ചറിഞ്ഞവർ, ജഗദംബയെ തിരിച്ചറിഞ്ഞ ഈ ലോകം ഇതെൻ്റെ അമ്മയാണ് എന്ന് പറയത്തക്ക രീതിയിൽ ദേവിയെ സ്നേഹിക്കുന്നവരാണ് ഈ വീരപുരുഷന്മാർ. അങ്ങനെയുള്ള വീരപുരുഷന്മാരുടെ മാതാവാണ് ദേവി. ഭക്തശിരോമണികൾ, തൻ്റെ യഥാർത്ഥ ഭക്തശിരോമണികൾക്ക് അമ്മയാണ്. ഈ അമ്മയേ ഉള്ളൂ, എനിക്ക് വേറെ അമ്മയില്ല എന്ന് കരുതുന്നതാണ്. അങ്ങനെ കരുതുന്ന വീരന്മാരുടെ അമ്മയായിട്ടിരിക്കുന്നവൾ ദേവി. ഓം വിയൽപ്രസുവേ നമ. വിയൽപ്രസുവം എന്ന് വെച്ചാൽ, വിയൽ എന്ന് വെച്ചാൽ ആകാശം. ആകാശത്തെ പ്രസവിച്ചവൾ എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളിൽ ആദ്യമുണ്ടായത് ആകാശമാണ്. അങ്ങനെ ആകാശത്തെ പ്രസവിച്ചവൾ വിയൽപ്രസു. ഓം മുകുന്ദായേ നമ. മുകുന്ദൻ എന്ന് വെച്ചാൽ മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ. മോക്ഷത്തെ ദാനം ചെയ്യുന്നവളാണ് ദേവി. മുകുന്ദ എന്ന് വെച്ചാൽ നാരായണനാണ്. അപ്പോൾ മോക്ഷത്തെ ദാനം ചെയ്യുന്ന, അപ്പം മുകുന്ദനാണ് നാരായണൻ. മുകുന്ദ എന്ന് പറയുമ്പോൾ മോക്ഷത്തെ ദാനം ചെയ്യുന്നവൾ. ഓം മുക്തിനിലയായേ നമ. മുക്തിയുടെ നിലയമായിട്ടിരിക്കുന്നവൾ ദേവി. മോക്ഷം അഥവാ മുക്തിയുടെ നിലയമായിട്ടിരിക്കുന്നത് ദേവിയാണ്. മൂലവിഗ്രഹരൂപിണ്യേ നമ. മൂലവിഗ്രഹമായിട്ടിരിക്കുന്നവൾ. ദേവിയുടെ വിവിധ രൂപങ്ങളുണ്ട്, അതിലേറ്റവും ആദ്യമുള്ളതാണ് മൂലവിഗ്രഹം എന്ന് പറയുന്നത്. അങ്ങനെ മൂലവിഗ്രഹമായിട്ടിരിക്കുന്നവളും ദേവിയാണ്. ഇപ്പം നമ്മൾ ഓരോ ദിവസവും പുതിയ പുതിയ നാമങ്ങളാണ് പഠിക്കുന്നത്. പുതിയ പുതിയ നാമങ്ങളിൽ കൂടെ പുതിയ പുതിയ അറിവുകളുണ്ടാകുന്നു. അങ്ങനെ ഓരോ അറിവ് നമുക്ക് ദേവിയിലേക്ക് അടുക്കാനും ദേവിയെ ഉപാസിക്കാനുമുള്ള ശക്തിയായിത്തീരുന്നു. അങ്ങനെ ഈ പ്രപഞ്ച മാതാവിനെ നമ്മുടെ സ്വന്തം അമ്മയെന്ന് കരുതി നമ്മൾ പ്രാർത്ഥിക്കുക, ഉപാസിക്കുക. അമ്മയെ വിശ്വാസത്തോടും
ഭക്തിയോടും സ്നേഹത്തോടും ഭക്തിയോടും വിശ്വാസത്തോടും ശുദ്ധിയോടുമൊക്കെ ഭജിച്ചാൽ അമ്മ നമ്മളിൽ പ്രസാദിക്കും. അമ്മയുടെ ദേവീ പ്രസാദം നമ്മൾക്ക് കിട്ടും. അങ്ങനെ ദേവീ പ്രസാദം ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രപഞ്ചത്തിൽ യാതൊരു ദുഃഖവും ഉണ്ടാകുകയില്ല. അപ്പം അങ്ങനെയുള്ള ജഗദംബിക, അങ്ങനെയുള്ള ശ്രീ ലളിതാ പരമേശ്വരി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.